ഏത് സമ്പന്നനെയും ദരിദ്രനാക്കുന്ന ഒരു ശത്രു ഉണ്ട്. ആ ശത്രു നിങ്ങളിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമ്മെ നിരന്തരം ദാരിദ്ര്യ ചിന്തയിലേക്ക് നയിക്കുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പലർക്കും അറിയാത്ത വലിയൊരു ഇരുണ്ട ലോകമാണിത്. ഭാരതത്തിലെ പ്രാചീന സാമ്പത്തിക വിദഗ്ധരായ ആചാര്യന്മാർ ഈ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ, പല ശ്ലോകങ്ങളിൽ. പക്ഷേ ഞാനിന്ന് ആ ശ്ലോകങ്ങളിൽ ഒരു ഭാഗം ഉദ്ധരിക്കാം. ക്രോധോ വൈവസ്വതോ രാജ തൃഷ്ണ വൈതരണീ നദീ എന്നാണ് ആ പ്രാചീന ആചാര്യന്മാരുടെ ഒരു ഉക്തി. ഇതിലെ ആദ്യ ഭാഗം, അതായത് ക്രോധം യമരാജനാകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ സംസാരിച്ച് കഴിഞ്ഞതാണ്. അതെങ്ങനെയാണ് നമ്മെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുപോലെ മറ്റൊരു ദാരിദ്ര്യ കാരണമാണ് തൃഷ്ണ. തൃഷ്ണ വൈതരണീ നദി എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ വൈതരണീ നദി എന്ന് പറഞ്ഞാൽ? വൈതരണീ നദി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് നയിക്കുന്ന നദിയുടെ പേരാണ് വൈതരണീ നദി. അതായത് തൃഷ്ണ നമ്മെ നരകതുല്യമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഈ സംസ്കൃത ഉക്തിയുടെ അർത്ഥം. ഇന്നത്തെ സാമ്പത്തിക ലോകത്ത് തൃഷ്ണ എന്ന വികാരം എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. തൃഷ്ണ എന്നാൽ അതിരില്ലാത്ത ആഗ്രഹമാണ്. തൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം അതിരില്ലാത്ത ആഗ്രഹം, അപര്യാപ്തതാ ബോധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പോരാ 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 എന്ന ബോധം, എന്തും കൂടുതൽ കൂടുതൽ വേണമെന്ന മനോഭാവം. വൈതരണി എന്നതിൻ്റെ അർത്ഥം തരണം ചെയ്യാൻ, മറികടക്കാൻ സാധിക്കാത്തത് എന്നുകൂടിയാണ്. അതായത് ഒരിക്കലും മറികടക്കാൻ സാധിക്കാത്ത നദിയാണ് വൈതരണി. ആ വാക്കിലെല്ലാം ഉണ്ട്. അതുപോലെ തൃഷ്ണയ്ക്കും മറുകരയില്ല, ആഗ്രഹത്തിനും മറുകരയില്ല. അതൃപ്തിയുടെ അനന്തമായ പ്രവാഹമാണ് ഈ വൈതരണി എന്ന് പറയുന്നത്. തൃപ്തി വരാൻ സാധിക്കുന്നില്ല, അതൃപ്തിയുടെ അനന്തമായ പ്രവാഹം. ആധുനിക മനഃശാസ്ത്രം ഇതിനിട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, ഹിഡോണിക് ട്രെഡ്മിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഹിഡോണിക് ട്രെഡ്മിൽ. നമുക്ക് എത്ര കിട്ടിയാലും സംതൃപ്തി വരാത്ത അവസ്ഥ. ഇന്ന് 1 ലക്ഷം രൂപ സമ്പാദിച്ചാൽ നാളെ 10 ലക്ഷം വേണം, പിന്നെ 1 കോടി വേണം. ഈ ചക്രത്തിന് അവസാനമില്ല. ഇതാണ് പൂന്താനമൊക്കെ ജ്ഞാനപ്പാനയിൽ പറഞ്ഞത്, 10 കിട്ടുകിൽ 100 മതി എന്നുള്ള ആ വരികളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വേദാന്തം പറയുന്നൊരു കാര്യമുണ്ട്, ന ജാതു കാമഹ കാമാനാം ഉപഭോഗേന ശമ്യതി എന്ന്. ന ജാതു കാമഹ കാമാനാം ഉപഭോഗേന ശമ്യതി. അതായത് ആഗ്രഹങ്ങളുടെ സംതൃപ്തി കൊണ്ട് ഒരിക്കലും ആഗ്രഹം ശമിക്കുകയില്ല. മറിച്ച് അഗ്നിയിൽ നെയ്യൊഴിച്ചാൽ എന്ന പോലെ അത് കൂടുതൽ കൂടുതൽ ജ്വലിക്കുകയേ ഉള്ളൂ. വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ വർദ്ധിക്കുക എന്നല്ലാതെ, ഇങ്ങനെയല്ലേ തീയിൽ നമ്മൾ നെയ്യൊഴിച്ചാൽ അത് ആളിക്കത്തും. അതുപോലെ ആഗ്രഹങ്ങൾ ഒരിക്കലും ശമിക്കുകയില്ല, കൂടുതൽ കൂടുതൽ ജ്വലിക്കുകയേ ഉള്ളൂ. സാമ്പത്തിക കാഴ്ചപ്പാടിൽ തൃഷ്ണ കടന്നു വരുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പ്രധാനമായും അമിത ചെലവാണ്, ഓവർ സ്പെൻഡിങ്. തൃഷ്ണയുടെ പ്രഥമ ലക്ഷണം അനാവശ്യ ചെലവുകളാണെന്ന് പലർക്കും അറിയില്ല. എന്തെങ്കിലും ഒരു പുതിയ സാധനം കണ്ടാൽ ഉടനെ വാങ്ങണമെന്ന് തോന്നും. ക്രെഡിറ്റ് കാർഡിലെ കടം വർദ്ധിക്കും. EMI എന്ന കെണിയിൽ പോയി കൂടുന്നു. എനിക്കും അർഹതയുണ്ട് എന്ന മനോഭാവമാണല്ലോ ഈ മോഡേൺ മാർക്കറ്റിങ്ങിൽ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരം. ഈ മോഡേൺ മാർക്കറ്റിങ്ങിലൂടെ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്നൊരു വികാരം എന്ന് വെച്ചാൽ എനിക്കതിന് അർഹതയുണ്ടെന്ന് തോന്നലാണ്. സാധ്യതകളെക്കുറിച്ചും നമ്മൾ ഒട്ടും ചിന്തിക്കില്ല. സോഷ്യൽ മീഡിയ കണ്ട് മറ്റുള്ളവരുടെ ജീവിതം നമ്മളെ ജീവിതത്തിൽ പകർത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. നിക്ഷേപത്തിലെ അത്യാഗ്രഹം പോലെയാണിത്. സോഷ്യൽ മീഡിയ കണ്ടിട്ട്, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മളേതുപോലെ എന്ന് നമ്മൾ അതേപോലെ മാറ്റാൻ ശ്രമിക്കുക. നിക്ഷേപത്തിലെ അത്യാഗ്രഹം, ഇൻവെസ്റ്റ്മെന്റ് ഗ്രീഡ് എന്ന് പറയും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് 10% ലാഭം വന്നാൽ നാളെ 50% വേണം എന്ന തൃഷ്ണ. അതും അതിമോഹമാണല്ലോ. അതിമോഹമാണെന്ന് അറിഞ്ഞിട്ടും റിസ്ക് എടുക്കാൻ തയ്യാറെടുക്കുക. അതുപോലെ പോൺസി സ്കീംസ്, ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്ന തട്ടിപ്പുകളിൽ പോയിട്ട് നമ്മൾ പോയി കുടുങ്ങുക. പത്രത്തിൽ നോക്കിയാൽ ഇതിന് ഉദാഹരണങ്ങൾ ധാരാളമാണ്. ഒരു ദിവസം 2 വാർത്തയെങ്കിലും അതിനെക്കുറിച്ചുണ്ട്.
ആർക്കെങ്കിലും ഒരു ഊണ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണമില്ല. ആർക്കെങ്കിലും മരുന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാലോ അതിനും പണമില്ല. എന്നാൽ കോടിക്കണക്കിന് രൂപ പോൺസി സ്കീമിൽ ഇടാൻ പണമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കും, വാറൻ ബഫറ്റിനെ പോലുള്ള വിദഗ്ധർ പറയുന്നത് വാറൻ ബഫറ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. വല്ലാത്തൊരു വാക്കാണ്. പക്ഷേ തൃഷ്ണ നിറഞ്ഞ മനസ്സിന് ഈ ബുദ്ധി പ്രവർത്തിക്കില്ല. മറ്റൊരു പ്രധാന കാരണം താരതമ്യത്തിൽ നിന്നുണ്ടാകുന്ന വേദനയാണ്. കമ്പാരിസൺ ട്രാപ്പ് എന്ന് പറയും. അയൽക്കാരൻ പുതിയ കാറ് വാങ്ങി, സുഹൃത്തൊരു വലിയ വീട് വെച്ചു. ഈ താരതമ്യം നമ്മളെ വളരെ അസ്വസ്ഥനാക്കും. യുക്തിയുടെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട സാമ്പത്തിക തീരുമാനങ്ങൾ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായി മാറുമ്പോൾ അതൊരു വലിയ കെണി ഉണ്ടാക്കും. ഭാവി സുരക്ഷിതത്വത്തിൻ്റെ അഭാവമാണ് തൃഷ്ണയ്ക്ക് പ്രധാന കാരണം. ഭാവി സുരക്ഷിതത്വത്തിൻ്റെ അഭാവം, എനിക്ക് ഭാവി സുരക്ഷിതമല്ല എന്ന് തോന്നുന്നതാണ് തൃഷ്ണയുടെ പ്രധാന കാരണം. ഇനിയും കൂടുതൽ സേവ് ചെയ്യണം, ഇനിയും കൂടുതൽ സേവ് ചെയ്യണം, ഇനിയും കൂടുതൽ സേവ് ചെയ്യണമെന്ന ഭയം നിരന്തരം മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുക. എത്ര ഉണ്ടായാലും മതി എന്ന് തോന്നില്ല. നോക്കൂ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എല്ലാം പേടി സ്വപ്നങ്ങളായിട്ട് ആളുകൾക്ക് മാറുക. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സമ്പാദിച്ചില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ലെന്ന് കരുതുക. എന്താണ് തൃഷ്ണയുടെ ദുഷ്ഫലം? അത് മാനസിക ആരോഗ്യത്തെ തകർക്കുന്നുള്ളതാണ്. നിരന്തരമായ അസംതൃപ്തി, വിഷാദം, ആങ്ഷൈറ്റി, സ്ട്രെസ്, ഇതെല്ലാം തൃഷ്ണയുടെ ഫലങ്ങളാണ്. സമാധാനം അങ്ങ് പോകുന്നു ചുരുക്കം. ഉറക്കമില്ലായ്മ വരും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. അതുകൊണ്ട് യജുർവേദത്തിൽ പറയുന്നൊരു ഉപദേശമുണ്ട്. അതെന്താണെന്നറിയോ? മാ ഗൃധഃ എന്നാണ്. അത്യാഗ്രഹി ആകരുതേ. യജുർവേദത്തിൻ്റെ ഈ ഉപദേശം എങ്ങനെ നമുക്ക് ആധുനിക ലോകത്തിൽ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക മാർഗങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.